ഏറ്റവും പേരെടുത്ത് പറയാൻ സാധിക്കുന്നത് വി.ഡി. സതീശനെയാണ്. കാരണം വി.ഡി. സതീശൻ മുന്നിട്ട് നിന്നാണ് ഈ പറയുന്ന ആര്യാടൻ ഷൗക്കത്ത് എന്ന് പറയുന്ന ഒരു സ്ഥാനാർത്ഥിയെ അവിടെ കൊണ്ടുവരാനുള്ള കടിഞ്ഞാൻ വലിച്ചത് കോൺഗ്രസിനുള്ളിൽ. ഈ ആര്യാടൻ ഷൗക്കത്തോടെ മത്സരിക്കുന്നതിന് വേണ്ടിയിട്ട് കൂടുതൽ വാശി പിടിച്ചതും വി.ഡി. സതീശൻ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ആര്യാടൻ ഷൗക്കത്ത് എന്ന് പറയുന്ന ഒരു സ്ഥാനാർത്ഥി ഇന്ന് നിലമ്പൂർ വിജയിച്ചില്ല എങ്കിൽ അത് വി.ഡി. സതീശന്റെ തന്നെ രാഷ്ട്രീയ ജീവിതത്തിൽ വളരെ ശക്തമായ രീതിയിൽ ബാധിക്കാൻ പോകുന്ന ഒരു വിഷയമാണ്. ഞാൻ എന്റെ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, കോൺഗ്രസിനുള്ളിലുള്ള ഗ്രൂപ്പ് തർക്കങ്ങളിൽ ഒരുപാട് ചേരികളുണ്ട്. ആ ചേരിയിലെ ഒരു മറുപക്ഷമുണ്ട്. ആ പക്ഷത്തിന് കിട്ടുന്ന വലിയൊരു ആയുധമായിരിക്കും വി.ഡി. സതീശന് നേരെ ചൂണ്ടുവാനുള്ള നിലമ്പൂർ റിസൾട്ട്. അതുപോലെ തന്നെ അൻവർ എന്ന് പറയുന്ന വളരെ ശക്തനായ ഒരു ഒറ്റയാൻ നിലമ്പൂരിൽ നിന്നും MLA ആയിരുന്ന സാഹചര്യത്തിൽ LDF-നെതിരെ കുറേയേറെ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പുറത്തേക്ക് വരികയും അവിടുത്തെ പോലീസ് രാജിനെതിരെയും അതുപോലെ തന്നെ വന്യജീവികളുടെ പേരിലുള്ള ഉപദ്രവം, ആളുകളുടെ ജീവഹാനി, ഇതിനെതിരെ വനം വകുപ്പിനെതിരെയും അതുപോലെ തന്നെ പോലീസിലെ ഉന്നതരായ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെയും ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് അൻവർ പുറത്തേക്ക് വന്നത്. ആ സമയത്ത് അൻവറിനെ കോൺഗ്രസിലേക്ക് ചേർക്കുവാൻ വേണ്ടി കോൺഗ്രസിനുള്ളിലും അതുപോലെ തന്നെ അവരുടെ മുന്നണിയായ മുസ്ലിം ലീഗും ഒരുപാട് ശ്രമങ്ങൾ നടത്തി. പക്ഷെ ഇതിനെല്ലാം തടഞ്ഞതും ഇതിനെല്ലാം ഒരു തടസ്സവാദമായിട്ട് നിന്നത് വി.ഡി. സതീശനായിരുന്നു. വി.ഡി. സതീശനുമായിട്ടുള്ള അൻവറിന്റെ കോൺഫ്ലിക്റ്റ്